പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ SSLC മോഡൽ എക്സാമിന് വന്ന സ്ക്രൈബസിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ചോദ്യത്തിലേക്ക് പോയാലോ? പ്രിപ്പയർ എ മാഗസിൻ പേജ് യൂസിങ് സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ആസ് ഇൻ ദ മോഡൽ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. നമ്മൾ ഈ തന്നിരിക്കുന്ന മോഡലിൽ ഒരു മാഗസിൻ പേജാണ് തയ്യാറാക്കേണ്ടത്. നമുക്കതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് front.jpeg എന്ന് പറയുന്നത് ഒരു ഇമേജസ് 10 നൽകിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തേണ്ട ടെക്സ്റ്റാണ്. അത് exam10 ഡോക്യുമെൻറ്റ്സിൽ സ്ക്രൈബസ് എന്ന ഫോൾഡറിൽ friends.txt എന്ന ഫയലായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ടാഗോറിൻ്റെ ഇമേജ് നമ്മൾ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഫ്രണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നത് പോലെ സൈസ് കൂട്ടി കുറച്ച് ബോൾഡാക്കിയിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. നമ്മൾ ഷോ ആപ്ലിക്കേഷൻ എടുക്കുക, അവിടെ സ്ക്രൈബസ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്ക്രൈബസിൽ ന്യൂ ഡോക്യുമെൻ്റ് എന്ന വിൻഡോ ഓപ്പണായി വരും. ഇവിടെ നമുക്ക് പ്രത്യേക ഡയമെൻഷനൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാത്തത് കൊണ്ട് തന്നെ A4 എന്ന ഡയമെൻഷനിലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ സ്ക്രൈബസ് പേജ്, ആ ഒരു ക്യാൻവാസ് പേജ് ഓപ്പണായി വരുന്നുണ്ട്. ഇത് നമുക്ക് സൂം ഔട്ട് ചെയ്ത് നമ്മുടെ കണ്ടൻറ്റ് ഇതിലോട്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സൂം ഔട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നത് ഇമേജസ് 10 എന്ന ഫോൾഡറിലാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, സ്ക്രൈബസിൽ നമ്മളൊരു ഇമേജ് ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇമേജ് ഫ്രെയിം ആദ്യം ക്ലിക്ക് ചെയ്യണം. സോ ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിനെ കവർ ചെയ്യുന്ന രീതിയിൽ, ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ഒരു പേജിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ കോണ്ടൻറ്റ് ഗെറ്റ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ഇവിടെ നമുക്ക് ഇമേജ് നൽകിയിരിക്കുന്നത് ഇമേജസ് 10 അവിടെ തന്നിരിക്കുന്ന ഇമേജ് ഫ്രണ്ട്സ് എന്ന ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇമേജ് എത്തിയിട്ടുണ്ട്, പക്ഷേ ക്ലാരിറ്റി ഇല്ല അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ആ പേജിൽ ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ടെക്സ്റ്റ് ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. exam10 ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഫയൽ നൽകിയിട്ടുണ്ട്. ഇനി അത് ഉൾപ്പെടുത്താം. നമുക്കറിയാം, ടെക്സ്റ്റ് ഫയൽ ഉൾപ്പെടുത്തണമെങ്കിൽ നേരത്തെ ഇമേജ് ഫ്രെയിം എടുത്തതുപോലെ തന്നെ നമ്മൾ മുകളിൽ കാണുന്ന ആ T എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ഫ്രെയിം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ടെക്സ്റ്റ് ഫ്രെയിം ഡ്രോ ചെയ്യുക. എവിടെയാണോ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് ആ ഏരിയയിൽ ഡ്രോ ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോണ്ടൻറ്റ് ഗെറ്റ് ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് exam10 ഡോക്യുമെൻറ്റ്സിലാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബ്ലാക്ക് ഫോണ്ടിലാണ് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് വൈറ്റ് കളറിലാണ് ഉള്ളത്. അപ്പോൾ അത് വൈറ്റ് കളറിലോട്ട് ടെക്സ്റ്റിന് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ടെക്സ്റ്റ് എന്നതൊരു കോണ്ടൻ്റ് ആണല്ലോ. അപ്പം അതിന് മാറ്റം വരുത്താൻ നമ്മൾ വീണ്ടും ആ ഒരു ടെക്സ്റ്റിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒത്തിരി ഓപ്ഷൻസ് കാണാം. കോണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വിൻഡോയിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് ഫോണ്ട് ഫാമിലി മാറ്റാം, നമ്മുടെ ഫോണ്ട് സൈസ് നമുക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ കളർ ടാബ് എടുത്താൽ നമുക്കതിൽ കളറെല്ലാം മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ വേണ്ട രീതിയിൽ ഫോണ്ട് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കളർ പാനലിൽ നിന്ന് കളർ എടുക്കുകയൊക്കെ ചെയ്ത് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നത് അതേപോലെ വേണ്ട മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്താം. ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം, ഫ്രണ്ട്സ് എന്നുള്ളത് കുറച്ച് ബോൾഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ദെൻ ഫോണ്ട് സൈസ് എടുത്തിട്ട് എത്ര സൈസിലോട്ടാണോ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ സൈസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ളത് നമ്മളിപ്പോൾ അതേ രീതിയിലാക്കി. ഇനി ആ ഒരു കോട്ട്സിൻ്റെ ഇടയിൽ, ആ ഒരു ടെക്സ്റ്റിൻ്റെ ഇടയിലൊക്കെ കുറച്ച് സ്പേസുകൾ വരുന്നുണ്ട്. അത് നമ്മൾ അതുപോലെ സെലക്ട് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചിട്ട് സ്പേസ് നമുക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ തന്നത് ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരുത്താം.
ഇനി നമുക്ക് ഈ പേജിലേക്ക് ഇമേജ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി ഇമേജ് ഫ്രെയിം സെലക്ട് ചെയ്യുക. എവിടെയാണോ ആ ഇമേജ് ഉൾപ്പെടുത്തേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം ഡ്രോ ചെയ്യുക. ശേഷം ഫ്രെയിമിനുള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടൻറ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് ഇമേജ് എന്നത് സെലക്ട് ചെയ്യുക. എവിടെയാണോ നമ്മുടെ ഫയൽ, ഏത് ഫോൾഡറിലാണോ ഫയൽ ഉള്ളത് അവിടെ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഇമേജ് ക്ലാരിറ്റി കുറഞ്ഞാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ എങ്ങനെയാണോ ആ ഒരു ഫ്രെയിമിൽ കറക്റ്റ് സൈസിലോട്ടത് ഉൾപ്പെടുത്തി വരുന്നതായിട്ട് കാണാം. പിന്നെ നമുക്കത് മൂവ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഇടയിൽ സ്പേസസ് കാണുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കത് എൻ്റർ കീ വെച്ചുകൊണ്ട് ആ സ്പേസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അവിടെ നമ്മുടെ കഴ്സർ കൊണ്ടുപോയി വെച്ചിട്ട് എൻ്റർ കീ അടിച്ചാൽ മതി. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ന പേര് കുറച്ച് ബോൾഡായിട്ടാണ് ക്വസ്റ്റ്യനിൽ കാണുന്നത്. സോ നമുക്ക് അത് ബോൾഡാക്കേണ്ടതുണ്ട്. അതിന് ആ ഒരു ടെക്സ്റ്റ് ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോണ്ടൻറ് പ്രോപ്പർട്ടീസ് എടുക്കും. കോണ്ടൻറ് പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം അവിടെ മുകളിലായിട്ട് നമുക്ക് ഓരോ ടെക്സ്റ്റും സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ വെച്ചിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്, കൂട്ടാവുന്നതാണ്. തുടർന്ന് ഇത് കറക്റ്റ് പൊസിഷനിൽ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ ഒരു പേജിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവുന്നില്ല എങ്കിൽ ഈ ഒരു പേജിന്, അതായത് ഈ ഒരു നമ്മുടെ മാഗസിൻ പേജിന് പുറമേ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ടെക്സ്റ്റിൻ്റെ മേലെ ക്ലിക്ക് ചെയ്താൽ അത് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പേജ് എക്സ്പോർട്ട് ചെയ്യുകയാണ്. PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇത് സേവ് ചെയ്യാൻ ഫയലിൽ എക്സ്പോർട്ടിൽ സേവ് ആസ് PDF എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ സേവ് ആസ് PDF എന്നുള്ളതിന് തൊട്ട് താഴെ ചേഞ്ച് എന്നത് കാണാം. ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ ഈ ഫയൽ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ exam 10 പ്രോഡക്ട്സിൽ സേവ് ചെയ്യേണ്ടതുണ്ട്. സോ ഹോമിലെ exam 10 പ്രോഡക്ട്സ് എടുത്തിട്ട് അവിടെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. തുടർന്ന് ആ വിൻഡോ ക്ലോസ് ചെയ്താൽ വീണ്ടും ഒരു സേവ് ബട്ടൺ വിൻഡോ വരും. അവിടെയും സേവ് ക്ലിക്ക് ചെയ്യുക. ഇതോടെ നമ്മുടെ മാഗസിൻ പേജ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോമിൽ exam 10 പ്രോഡക്ട്സിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ നിരീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.